അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കോളേജിനെ പറ്റിയിട്ടുള്ള സനത്ത് കോളേജിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും കോഴ്സിനെ പറ്റിയിട്ട് BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഹന്നയാണ്. നമസ്കാരം. നമസ്കാരം. എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? മലപ്പുറത്താണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചി അനിയനും. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പുൽപ്പണിയാണ്. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടും നമ്മുടെ കോളേജ് സനത്ത് കോളേജിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കുന്ന ടൈമിൽ BSc നഴ്സിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് കോഴ്സിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ട് അറിയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ BSc നഴ്സിംഗ് എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാൻ വേണ്ടി പറ്റും. BSc നഴ്സിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അത് വെച്ചാൽ അതൊരു സേവനം കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചെറുതായിട്ടൊരു മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ ഇത് നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലും അബ്രോഡും നല്ല സ്കോപ്പാണുള്ളത്. നമുക്ക് നഴ്സിംഗ് എടുത്തിട്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി മാത്രമല്ല നമുക്കുള്ളത്, അതിൽ നമ്മൾ MSc എടുക്കാം, PhD എടുക്കാം, അതിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ കൂടെ എടുക്കാം. അപ്പോൾ അതെടുത്ത് പോകുമ്പോൾ നമുക്ക് അതിനും സ്കോപ്പുണ്ട്, ടീച്ചിങ് മേഖലയിലും സ്കോപ്പുണ്ട്, റിസർച്ചിലും സ്കോപ്പുണ്ട്, ഹോസ്പിറ്റലിലും സ്കോപ്പുണ്ട്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് 4 ഇയർ ആണ്. പിന്നെ ഈ 4 ഇയറിൽ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ്? 4 ഇയറിന്റെ ഉള്ളിലാണോ അതോ 4 ഇയർ കഴിഞ്ഞിട്ടാണോ? ഈ ഇന്റേൺഷിപ്പ് ഇതിൽ തന്നെയാണ്, ഈ 4 ഇയറിൽ തന്നെയാണ് ഉള്ളത്. നമുക്കിപ്പോൾ സെമസ്റ്റർ വൈസ് ആണ്. 8 സെമസ്റ്ററാണ് ഈ 4 വർഷത്തിനുള്ളത്. അതിൽ 7 സെമസ്റ്റർ വരെ നമുക്ക് തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 8ാമത്തെ സെമസ്റ്റർ ഫുൾ ഇന്റേൺഷിപ്പ്. 6 മാസമാണ് ഇന്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ +2 ശേഷം നോക്കുമ്പോൾ പലതരം കോഴ്സസ് കാര്യങ്ങളുണ്ട്. BSc നഴ്സിംഗ് ഉണ്ട്, MLT ഉണ്ട്, മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി ഫസ്റ്റ് ഓഫ് ഓൾ BSc നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ചൂസ് ചെയ്യണം? കാരണം അത് ഒന്നാമത് തന്നെ ഫസ്റ്റ് തന്നെ സ്കോപ്പ് ഉണ്ട്. നമ്മൾ എല്ലായിടത്തും ഒക്കെ ഇന്ത്യയിലായാലും തന്നെ അബ്രോഡായാലും ഇഷ്ടംപോലെ സ്കോപ്പാണുള്ളത്. പിന്നെ നഴ്സിങ്ങിനാണ് ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റും ഉള്ളത്. പിന്നെ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവുന്നൊരു ജോബാണ് നഴ്സിംഗ്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡിയും ചെയ്യുന്നുണ്ട് നഴ്സിംഗ്. നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ നമ്മൾ ഈ ജോലി തീരുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ ടെക്നോളജി വരുന്നു നഴ്സിംഗിൽ. ഇപ്പോൾ കമ്പ്യൂട്ടറായിട്ടും നമ്മൾ ടെക്നോളജി ആയിട്ട് നമ്മൾ വളരെയാണ് ചെയ്യുന്നത്. പിന്നെ അതുതന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ടെക്നോളജി വളർന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നഴ്സിംഗ് എന്താണ്, എത്ര ഡ്യൂറേഷൻ, എല്ലാത്തിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻസ് നമുക്ക് എല്ലാവരും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ. ഓക്കെ. ഇപ്പോൾ ഈ ഹന്നയുടെ ഒരു ജേണി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്? ഈ ഒരു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വരെയുള്ള ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റുക. കാരണം എല്ലാ സ്റ്റുഡൻസിനും അറിയേണ്ടത് ഈ ഒരു 4 വർഷം എങ്ങനെയാണ് ഉണ്ടാവുക, പഠിക്കാൻ പറ്റുമോ, എളുപ്പമാണോ, ടഫാണോ, അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫ് ജേണി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്, അവിടെ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ. എനിക്ക് നഴ്സിംഗ് ഇഷ്ടമാണ്. ഞാൻ നഴ്സുമാരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് നഴ്സുമാരെ ഇഷ്ടമാണ്. അവർ നല്ലതായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ചേച്ചി ഇതേപോലെ ഈ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. സനത്ത് കോളേജിൽ പഠിച്ചത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ വന്ന് പറയും, കോളേജിൻ്റെ വിശേഷം പറയും. പിന്നെ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് പറയും. പിന്നെ ഇപ്പോൾ അവൾ 1.5 ഇയർ കേരളത്തിൽ തന്നെ അവൾ വർക്കിംഗ് ചെയ്തു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാനും നഴ്സിംഗ് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതേ കോളേജിലേക്ക് വന്നു. കാരണം എനിക്ക് ഫെസിലിറ്റീസ്, ഈ കോളേജ് എന്താണെന്നും ഇവിടുത്തെ പരിപാടികളുണ്ട്, പ്രോഗ്രാംസ്, ഫെസിലിറ്റീസ്, കമ്മ്യൂണിറ്റി പോസ്റ്റിങ്, അവരെ എല്ലാം അത്യാവശ്യം എനിക്ക് ഇൻഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ കോളേജ് ചൂസ് ചെയ്തു. വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചൂസ് ചെയ്തത് ശരിയാണോ, റോങ് ഡിസിഷൻ ആണോ എന്നറിയില്ല. 4 ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ഇയർ വേസ്റ്റായി പോകുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് തന്നെ ടീച്ചേഴ്സ് നമുക്ക് സപ്പോർട്ടായിരുന്നു. എല്ലാ മാനേജ്മെൻ്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസാണ്. അപ്പോൾ നമ്മൾ സീനിയേഴ്സ് ആയാലും നമുക്ക് ഭയങ്കര ഇതായിരുന്നു. റാഗിങ് ഒന്നുമില്ല. ഭയങ്കര സേഫായിട്ടുള്ള ഇതായിരുന്നു. ഹോസ്റ്റലിലായാലും സേഫായിരുന്നു. പിന്നെ നമുക്ക് നന്നായി പഠിപ്പിക്കാനുള്ള ഇതുണ്ട്. നല്ല ലൈബ്രറി ഉണ്ട്. എല്ലാം വേണ്ട ബുക്സ് ഉണ്ട്. നമുക്ക് ഇൻറ്റേർണൽ എക്സാം, മോഡൽ എക്സാം, അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ് അത് നമുക്ക്
ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തിയറിയുടെ ഒപ്പം പ്രാക്ടിക്കൽ നോളജ് കൂടെ കിട്ടും. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് വേണ്ടത് തന്നെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് ഈ കോളേജുകളിൽ കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ഒരു 4 വർഷം എന്തൊക്കെയാണ് സിലബസിൽ കാര്യങ്ങളുണ്ടാവും? അനാട്ടമി, ഫിസിയോളജി സിലബസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു 4 വർഷത്തേക്കുള്ളത്? അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബേസിക് സയൻസ് ഉണ്ട്, പിന്നെ കോർ നഴ്സിംഗ് സയൻസ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് അനാട്ടമി, ഫിസിയോളജി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, OBG, ദെൻ ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി. അങ്ങനെ നഴ്സിംഗുമായി ബന്ധപ്പെട്ടതും അല്ലാതെ എക്സ്ട്രാ ഒരു വിവരങ്ങളും വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള സബ്ജക്റ്റും ഇതിൽ ഇൻവോൾവ് ആണ്. അതായത് ഈ BSc നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ LBS അലോട്ട്മെൻറ്റ് വഴിയാണ്. താനിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇത്ര % മാർക്ക് ഉണ്ടാവുമല്ലോ, അത് കൊടുത്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കും. പക്ഷേ താനിപ്പോൾ പഠിക്കുന്നത് കർണാടകയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അഡ്മിഷൻ കാര്യങ്ങളും നിലവിൽ കിട്ടിയത് എന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യം പറയാൻ പറ്റും? +2 കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് നമ്മൾ LBS അലോട്ട്മെൻറ്റിന് കൊടുക്കും. പക്ഷേ അത് 1st, 2nd, 3rd അലോട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ഓരോ ഘട്ടമായിട്ട് നടക്കാറ്. പക്ഷെ ഞാൻ 1st, 2nd, 3rd ഫസ്റ്റിൽ കിട്ടും വിചാരിച്ചു. എനിക്ക് 98% ഉണ്ട്. 98% ഫസ്റ്റ് കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. സെക്കൻഡിൽ നോക്കി, അതും കിട്ടിയില്ല. തേർഡ് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇതെന്താ, നമ്മൾ കുറെ പഠിച്ചിട്ട് ഒരു ഉണ്ടാക്കിയിട്ടും അലോട്ട്മെന്റ് കൊടുത്തിട്ടും കിട്ടിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി അധികം ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഇനി ഒരു വർഷം പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പൊ വേറെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം ഒക്ടോബർ ലാസ്റ്റായി ഈ സംഭവം. എക്സാം കഴിയുന്നത് മാർച്ചിലാണ്. മാർച്ച് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് മെയ് പകുതി അല്ലെങ്കിൽ ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും റിസൾട്ട് കഴിഞ്ഞ് വരിക. എന്നിട്ട് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ LBS അലോട്ട്മെന്റ് കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂലൈയിലാണോ? അല്ല, സെപ്റ്റംബർ ടൈമിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് നെക്സ്റ്റ് മന്ത് ആണോ? പിന്നെ സെക്കൻഡ് സെപ്റ്റംബറിൽ തന്നെ. ഒക്ടോബർ ഹാഫ് ആയപ്പോഴെന്ന് തോന്നുന്നു തേർഡ് അലോട്ട്മെന്റ് വന്നത്. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇനിയിപ്പോ, കാരണം ഇത്രയും മന്ത് കിട്ടിയില്ല, സെക്കൻഡിലും കിട്ടിയില്ല, തേർഡിലും കിട്ടിയില്ല. തേർഡ് എപ്പോഴും വന്നത്? ഒക്ടോബറിൽ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇനിയിപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറൊരു, ഇപ്പൊ നമ്മള് ഈ കേരളത്തിലെ LBS നോക്കിയിരുന്നാൽ എനിക്കിപ്പോ കർണാടകയിൽ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ കർണാടകയിൽ നോക്കിയപ്പോൾ ചേച്ചി പഠിച്ച കോളേജിൽ തന്നെ ഞാൻ അഡ്മിഷൻ സാധിച്ചു. അതായത് ഹന്നയ്ക്ക് ഹന്ന നാട്ടിലാണ് +2 വരെ പഠിച്ചത്. അതിനുശേഷം കർണാടകയിൽ വന്നത് കൊണ്ട് തന്നെ ലാംഗ്വേജ് സ്കില്ല് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു? ലാംഗ്വേജ് ബാരിയർ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ലാംഗ്വേജ് ഇംഗ്ലീഷിൽ എനിക്ക് നല്ല ബാരിയർ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കർണാടകയാണ്. അപ്പോൾ നമുക്ക് കർണാടക ടീച്ചേഴ്സാണുള്ളത്, മലയാളീസ് അധികം ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ടീച്ചേഴ്സിനോട് സംസാരിക്കാനും കന്നഡ പിള്ളേരോട് സംസാരിക്കണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫ്ലുവൻ്റ് അല്ല, നമുക്ക് പേടിയാണ് സംസാരിക്കാൻ. നമ്മൾ +2 വരെ നമ്മൾ മലയാളത്തിൽ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, നമ്മൾ ഇംഗ്ലീഷ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. കാരണം ഗ്രാമർ ശരിയാവോ അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ എനിക്ക് പറ്റും. പഠിച്ചിറങ്ങിയിട്ട് ഇനിയിപ്പോൾ ലാംഗ്വേജിന് വേണ്ടിയിട്ട് ടൈം കളയേണ്ടി വരില്ല. കാരണം എന്തായാലും അബ്രോഡ് പോകണമെങ്കിൽ ഇംഗ്ലീഷ് മസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വേണമെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ടിന് എനിക്ക് കോഴ്സ് ഇതാക്കാം. അല്ലാതെ എനിക്കൊരു മൊത്തത്തിലൊരു 1 year ആയിട്ടൊന്ന് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് പൊതുവെ ഞാൻ പറയാറുണ്ട് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത്, നല്ല രീതിക്ക് ക്ഷമ കാര്യങ്ങളുമാണ് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ. അതായത് നമുക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പലതരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്ക് ആയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് ബെറ്റർ? അതായത് ക്യാരക്ടർ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനാണോ, എങ്ങനെയാണ് വരുന്നത്? മെയിൻ ആയിട്ടുള്ളത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻ്റ്. അത് ഏത് നേഴ്സായാലും അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്, അത് ഇമ്പോർട്ടൻ്റാ. പിന്നെ റെസ്പോൺസിബിലിറ്റി വേണം. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ നമ്മളാണ് നോക്കുന്നത്, നമ്മളാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി സ്കില്ല് വേണം. പിന്നെ പേഷ്യൻസ്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ളതായിരിക്കും. ചിലർ സോഫ്റ്റ് ആയിരിക്കും, ചിലർ ഭയങ്കര ഹാർഡായിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ ക്രിട്ടിക്കലായിട്ടുള്ള ഹാംഫുൾ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും.
ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരികയായിരിക്കും, പക്ഷെ അത് നമ്മൾ പേഷ്യൻസിൻ്റെ കാണിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ക്ഷമ വേണം. പിന്നെ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ കുറേ നമുക്ക് എമർജൻസി കേസസ് വരും, നമ്മൾ ചിലപ്പോൾ ഇമോഷണലി വീക്കാവും. അപ്പോൾ നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ശരിക്കും ഒരു നേഴ്സിന് എന്ത് കാര്യം ഹാൻഡിൽ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഒക്കെ ഒരു. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ബ്ലഡ് അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് ശീലിക്കുന്നുണ്ടാവും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ബുദ്ധിമുട്ട്. ഫസ്റ്റൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ബ്ലഡ് ഒക്കെ ഭയങ്കര സീനായിരിക്കും, നമുക്ക് തല ഇറക്കലും അങ്ങനെ. പിന്നെ നമുക്ക് ഒരു സാധാരണ തോന്നും, നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, അവർക്ക് വേദനിക്കുമല്ലോ എന്ന്. പക്ഷെ നമ്മളത് അതായത് ഞാനിപ്പോൾ പല വീഡിയോസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതായത് നഴ്സിംഗ് സ്കോപ്പ് ഉണ്ട്, സാലറി ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, ഇത് മാത്രം ചോദിക്കുന്നു. ഞാൻ പിന്നീട് അങ്ങോട്ട് ഈ ഛർദ്ദലിന്റെ കാര്യങ്ങള്, ചോരയുടെ കാര്യങ്ങള് ഇത് പറയുമ്പോൾ അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ പോകാറുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഒരാളായിട്ട് നമ്മൾ കണക്കാക്കണം. അതൊരു മനുഷ്യനാണ്, നമ്മളാണ് അവർ സേവ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സേവന മനോഭാവം നമുക്ക് ഉണ്ടാകണം. എന്നാലൊരു നേഴ്സ് ആവണമെങ്കിൽ നമുക്ക് സേവന മനോഭാവം വേണം. എന്നാലുള്ളൂ നമുക്ക് ആ ജോബിനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അതൊരു ഗുഡ് സേഫ് എൻവിറോൺമെൻ്റ് ആക്കാനും നമ്മുടെ പേഷ്യൻസ് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നമ്മുടെ പാരന്റ്സിന് എങ്ങനെയാണ് ഒരു അസുഖം വന്ന് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നമ്മൾ നോക്കണം. അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് അവർക്ക് എന്താ വേണ്ടത് അത് നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഓരോട് നമ്മൾ ദേഷ്യപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ പീസായിട്ട് ഓർക്ക് എത്രയോ കംഫർട്ട് നമുക്ക് എത്ര പറ്റുന്ന രീതിയിൽ കംഫർട്ട് കൊടുക്കാമോ അത്രയും ചെയ്യുന്നതാണ് ഒരു നേഴ്സിൻ്റെ കടമ. അതായത് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിനിമം ഏജ് 70 years ആണ്. ഇനിയിപ്പോൾ 35 years വരെ നമുക്ക് നഴ്സിംഗ് പഠിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേണം? അതായത് ഇപ്പോൾ കുറേ കുട്ടികൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കും, എനിക്ക് കാലിന് കുറച്ച് പ്രശ്നം കാര്യങ്ങളുണ്ട്, കുറേ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചശക്തിക്ക് ചെറിയ രീതിക്കൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിനൊക്കെ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ അനുയോജ്യമാണോ? ഇല്ല, നമ്മൾ മെഡിക്കലി ഫിറ്റ് ആവണം. കാരണം നമുക്ക് ലോങ് ഹവേഴ്സ് ഡ്യൂട്ടീസ് ആണുള്ളത്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ആയിരിക്കും. നമുക്ക് ഫുഡ് കഴിക്കാനോ ഇരിക്കാനോ ഒന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. എമർജൻസി കേസസ് വന്നാൽ നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ കേസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആവുന്ന വരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയവരാണ് ഇതിലേക്ക് എലിജിബിൾ. എടുത്തു പഠിക്കാൻ ഏറ്റവും ബെറ്റർ അല്ല. അതായത് ഇപ്പോൾ ഈ ഒരു 4-4ാമത്തെ ഇയറായി, ഈ ഒരു 4 കൊല്ലത്തിൽ ഏറ്റവും ടഫായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ എന്തായിരുന്നു? അതിപ്പോൾ പഠിക്കുന്ന സിലബസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഓൾ ഓവർ ഏതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ഹന്നയ്ക്ക് തോന്നിയത്? സബ്ജക്റ്റ് വൈസിൽ എനിക്ക് ഫാർമക്കോളജി, അത് നമുക്ക് മെഡിസിനെ കുറിച്ചുള്ള അത് പറഞ്ഞാൽ ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെല്ലാം പഠിക്കും. ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ഓരോ മെഡിസിനും ഇപ്പോൾ ഉള്ള നമുക്ക് എല്ലാ നഴ്സിംഗ് പഠിക്കാനുള്ള എല്ലാ മെഡിസിനും ഉള്ളപ്പോൾ അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കുറേ ടൈം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്ത് കുറേ ടെൻഷനാവുകയും എക്സാം ഭയങ്കര എങ്ങനെയായിരിക്കും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫാർമക്കോളജി വേറെ സബ്ജക്റ്റൊക്കെ ഏകദേശം ഓക്കെയാണ്. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് നമ്മൾ ഫസ്റ്റൊക്കെ പോയപ്പോൾ എങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാരണമാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വേദന വരുമ്പോഴൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ബുദ്ധിമുട്ട് കാര്യം ഉണ്ടാകും ഈ ഒരു 4 കൊല്ലം. ഈ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് ഈ ഹാൻഡ്സ് ഓൺ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്? നമുക്ക് എത്രത്തോളം തിയറി ക്ലാസ്സുകൾ കിട്ടിയാലും പ്രാക്ടിക്കൽ കിട്ടുന്നതിൻ്റെ അത്രയൊന്നും എഫക്റ്റ് ആവില്ല. കാരണം പ്രാക്ടിക്കലാണ് നമുക്ക് ഇനി വേറെ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയാൽ പിന്നെ നമ്മൾ കുറച്ച് റെഡി ആയിരിക്കും. കാരണം നമുക്ക് കോൺഫിഡൻസ് ആയിരിക്കും, നമുക്കറിയാം ഈ കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലാതെ നമുക്ക് വെറും തിയറി ആണെങ്കിൽ നമുക്കറിയില്ല, നമ്മൾ വെറും പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതിന് നമുക്ക് ട്രെയിനിങ് തരുന്നത് ഈ ക്ലിനിക്കൽ പോസ്റ്റിംഗ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ക്ലിനിക്കൽ പോസ്റ്റിംഗ് അത് നമുക്ക് ഹെൽപ്പ് ആവുള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഹന്നിപ്പോൾ അത്യാവശ്യം ഇൻറ്റേൺഷിപ്പും ട്രെയിനിങ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയി ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഒരുവിധം ഈ ഒരു മേഖലനെ പറ്റിയിട്ട് ഓൾ ഓവർ എല്ലാവിധ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വർക്കിംഗ് ഹവർ കാര്യങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നത് നഴ്സിംഗ്? ഇന്ത്യയിലാണെങ്കിൽ ഒരു 8 to 10 hours ആണ് ഉള്ളത്. എന്നാൽ അബ്രോഡ് 8 hours ആണുള്ളത്.
പിന്നെ ഷിഫ്റ്റ് അത് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. അത് സെയിം ആയിരിക്കും. പക്ഷേ ഹവേഴ്സിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ എബ്രോഡിലാണെങ്കിൽ ഇന്ത്യയിൽ കുറച്ചുകൂടി ഹവേഴ്സ് കൂടുതലാണ്, അബ്രോഡിലാണെങ്കിൽ അത്ര ഇല്ല. ഓക്കെ ഓക്കെ. അതായത് ഇപ്പോൾ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് മാൻഡറ്ററി ആണോ? അതെ, മാൻഡറ്ററി ആണ്. കാരണം നമുക്ക് ഒരു ഇന്ത്യയിൽ ഡോക്യുമെന്റേഷൻ ചെയ്യണമെങ്കിൽ ഒരു നേഴ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നത് മൊത്തം ഇംഗ്ലീഷിലായിരിക്കും. ഇപ്പൊ കർണാടകയിലാണെങ്കിൽ മൊത്തത്തിൽ ഇംഗ്ലീഷാണ്, കന്നഡയിലും അല്ല, മലയാളത്തിലൊന്നും അല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ എബ്രോഡിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മസ്റ്റാണ്. OET, IELTS ഒക്കെ മൊത്തം ഇംഗ്ലീഷിലാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് കമ്പൽസറിയാണ്. ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞൊരു ഇതാവാറില്ല. അപ്പോൾ ഈ നേഴ്സ് ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും എഫക്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്, നേഴ്സ് ആയതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അത് തോന്നിയിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ അസൈൻമെൻറ്റ്, കെയർ പ്ലാന്, ഇപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ വന്ന അസൈൻമെൻ്റ് ഉണ്ടാവും. കുറേ ഉണ്ട്. നമുക്ക് എല്ലാ ഇയറിലും ഒരു 2-3 ഫയൽസ് ഉണ്ട്. അപ്പം മൊത്തം നമ്മൾ റിക്വയർമെൻറ്റ് എഴുതണം. അത് നമുക്ക് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്ഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് പിന്നെയും നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫയൽ ഇപ്പം നമ്മൾ എഴുതിയ കെയർ പ്ലാൻ മൊത്തം നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റ്, അപ്പം നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, നമുക്ക് സ്ട്രെസ് ആയിരിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളെ പേഴ്സണൽ എഫക്റ്റ് ആവും. അതായത് ഒരു വിഭാഗം സ്റ്റുഡൻസ് ചോദിക്കുന്ന നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ, പണമാണ് പഠിക്കാനുണ്ടാവുമോ? ഇതൊരു വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ്. അതായത് ജോലി കിട്ടും, സാലറി കിട്ടും എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന ഒരു വിഭാഗം സ്റ്റുഡൻസ് മാത്രമല്ല, എത്ര പഠിക്കാനുണ്ട്, അങ്ങനെ എത്ര ടൈം പഠിക്കണം, ഇതങ്ങനെ ചോദിക്കാറുള്ള ആൾക്കാർ. അപ്പോൾ അതിന് പറ്റിയുള്ള ഒരു ആൻസർ കാര്യങ്ങൾ എന്താണ്? നഴ്സിംഗ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമുക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ. നമുക്ക് സബ്ജക്ട്സ് മൊത്തം സബ്ജക്റ്റ് ഒരു അറൗണ്ട് 15 സബ്ജക്റ്റ് ഉണ്ട്. ഒരു 4 ഇയേഴ്സിൽ നമുക്ക് അത്യാവശ്യം ഡിവൈഡ് ആയിട്ടാണ് നമുക്ക് സബ്ജക്റ്റ് തന്നത്. അത് തന്നെ നമുക്ക് കുറേ സയൻസ് ആയിട്ടും ബേസിക് സയൻസ് ആയിട്ടുണ്ട്, പിന്നെ കോർ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഉള്ളത്, പിന്നെ ടെക്നോളജി ആയിട്ടും ഉള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടഫാണ്. എന്നാൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിച്ചു പോയി തുടങ്ങിയാൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അത്ര ഡിഫിക്കൽട്ടായി തോന്നില്ല. എന്നാലും നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് വേണം, നമ്മൾ ജയിക്കണം. സപ്ലി അടിച്ചു കഴിഞ്ഞാൽ ഒരു ലോഡായിട്ട് നമുക്ക് ലാസ്റ്റ് ആവും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ അങ്ങ് പഠിച്ചാൽ എക്സാം പാസ്സാവുകയും ചെയ്യാം. ഓക്കെ. അതായത് ഒട്ടുമിക്ക സ്റ്റുഡൻസിലുള്ള സംശയമാണ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങൾ എങ്ങനെ കിട്ടുക എന്നുള്ളത്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഹന്നയ്ക്ക് അറിയോ? എങ്ങനെയാണ് കറക്റ്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെന്നുള്ളത്? LBSൻ്റെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ +2 റിസൾട്ടും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെയാണ് കോളേജുകൾ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അതും കൊടുത്ത് നമുക്ക് പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് നമുക്ക് ഏത് കോളേജ് നമുക്ക് ശരിക്കും വേണ്ടേ, ഏത് കോളേജിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ കോളേജ് നമ്മൾ ഫസ്റ്റ് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു 10-15 നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കും, കാരണം എവിടെയെങ്കിലും കിട്ടുമോ വിചാരിച്ച്. എന്നിട്ട് നമ്മൾ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് ട്രയൽ ഉണ്ടാവും, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെയാണ് പ്രൊസീജിയർ. ഇതിലൂടെ ഓരോരുത്തർക്ക് ഇപ്പോൾ അത്രയും ഇപ്പൊ അങ്ങനെ അധികം കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ഇതാണ്, ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇത്രയും പഠിച്ച് നമ്മൾ +1 +2 ഒക്കെ നല്ല പഠിച്ചിട്ട് ഒരു അഡ്മിഷൻ കിട്ടുന്നില്ല പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഒരു വിഭാഗം സ്റ്റുഡൻസും പാരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നഴ്സിംഗ് നോക്കുമ്പോൾ ഹോസ്പിറ്റലുള്ള ഒരു കോളേജിൽ പഠിക്കുന്നതാണോ, അതോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതാണോ, അതോ ടൈപ്പ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പഠിക്കുന്നതാണോ നല്ലത്? കാരണം ഇവർ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൂടുതൽ എക്സ്പോഷർ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അത് സത്യാവസ്ഥ എന്താണ്? ഹന്ന ഇപ്പോൾ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഹന്നയ്ക്ക് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും വെച്ച് നോക്കുമ്പോൾ ഹന്നയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഏത് കോളേജ് പഠിച്ചാലും സർട്ടിഫിക്കറ്റും സാലറി സെയിം ആണ്. സർട്ടിഫിക്കറ്റും സാലറി എല്ലാം സെയിം ആണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ ഏത് കോളേജ് ആയാലും ഒരു വ്യത്യാസമില്ല. ഇനിയിപ്പോ നമ്മളിപ്പോ ലോൺ എടുത്ത് ആ ലോൺ തന്നെ ഒരു 5 lakh, അറൗണ്ട് 5 lakh. അപ്പോൾ അത് നമ്മൾ എടുത്ത് വരുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ സാലറി തുടങ്ങുമ്പോൾ തന്നെ 1 year എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ പിന്നെയും കൂടുക.
അപ്പോൾ ഈ നമ്മൾ ജോലി ചെയ്യുന്ന സാലറി നേരെ നമ്മൾ ലോണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടെ ഇക്കണോമിക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം നോക്കി അതിന് പറ്റിയൊരു കോളേജ് നോക്കി അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. അല്ലാതെ നമ്മൾ ലോൺ എടുത്ത് നമുക്ക് അഫോർഡബിൾ അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ കഷ്ടപ്പാടായിരിക്കും. അതിലും ഭേദം നമ്മൾ ഓക്കെയാണ്, ഈ കോളേജ് നല്ലതാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, പോസ്റ്റിംഗ് ഉണ്ടോ, ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് INC KNC അപ്രൂവലുള്ള കോളേജ് അതുണ്ടോ, അത് മതി നമുക്ക് നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ. അപ്രൂവലുള്ള കോളേജ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എൻ്റെ ഇതിൽ INC KNC മെയിൻ ആയിട്ടുള്ള INC KNC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും കർണാടക നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ അതിൻ്റെ അപ്രൂവലുള്ള കോളേജ് ഹോസ്പിറ്റലിലൊക്കെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് നമുക്ക് ഈ കർണാടകയിലാണെങ്കിൽ എനിക്കറിയുന്നതിൽ 1-2 ഹോസ്പിറ്റൽ നമുക്ക് വർക്ക് ചെയ്യും ഈ അപ്രൂവൽ ഇല്ലെങ്കിൽ. അതായത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് കണ്ടത് INC ഇല്ലാണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് ജോലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിയാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള അറിവിൽ എനിക്കിവിടെ കർണാടക 1-2 ഹോസ്പിറ്റലിൽ അങ്ങനെ അപ്രൂവൽ ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും. എന്നാൽ അത് താൽക്കാലികമായിരിക്കും, അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാതെ നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ അപ്രൂവൽ ഇല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ അബ്രോഡ് പോകാനും പറ്റില്ല. ഈ അപ്രൂവലാണ് നമ്മുടെ നഴ്സിങ്ങിന് ഒരു വാല്യൂ ഉള്ളത്. അതുകൊണ്ട് അപ്രൂവലുള്ള കോളേജ് നോക്കുക. പിന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജ് ചൂസ് ചെയ്യുക. ലൈബ്രറി ഫെസിലിറ്റീസ് ആയാലും ഹോസ്പിറ്റൽ ആയാലും ഒരു സേഫ് എൻവിറോൺമെൻ്റ് ഉള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. പിന്നെ നല്ല മാനേജ്മെൻറ്റ്, ഫാക്കൽറ്റീസ്, ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഗുഡ് എൻവിറോൺമെൻറ്റും കൂടെയുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അതായത് ഇപ്പോൾ BSc നഴ്സിംഗിന് ശേഷമുള്ള ഇതിപ്പോൾ UG ആണ്, PG ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? മെയിനായിട്ട് MSc നഴ്സിംഗ് ഉണ്ട്, PhD ഉണ്ട്. MScക്ക് ശേഷമല്ലേ ആഫ്റ്റർ നഴ്സിംഗ് 2 year MSc, then 5 years PhD അങ്ങനെയാണ്. എന്നാൽ പിന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിപ്പോൾ ഒരു സബ്ജക്റ്റിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. പിന്നെ റിസർച്ച്, ഈ നഴ്സിംഗിന് റിസർച്ച് ഉണ്ട്. അപ്പോൾ ആ റിസർച്ച് മേഖലയിൽ നമുക്ക് പോകാം. ടീച്ചിങ് മേഖലയിൽ, റിസർച്ച് മേഖലയിലും ഒക്കെ നമുക്ക് സ്കോപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യാം, എബ്രോഡ് പോവാം. അങ്ങനെ കുറെ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. ഞാൻ രാവിലെ വന്ന ടൈമിൽ ഹന്ന ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കണ്ടല്ലോ, അതെന്താണ്? അത് ടീച്ചിങ് പ്രാക്ടീസ് ആണ്. അപ്പോൾ കോളേജിൽ തന്നെ പ്രാക്ടീസ് കാര്യം നമ്മൾ സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ ജൂനിയേഴ്സിന് ടീച്ചിങ് എടുക്കും. അത് നമുക്ക് നമ്മുടെ ടീച്ചിങ് സ്കിൽസ് ഇതാക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവാനും കൂടിയാണ് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് തരുന്നത്. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് എല്ലാ സ്റ്റുഡൻസിനും ഉള്ളതാണ്, കോമൺ ആയിട്ട് കമ്പൽസറി ആണോ? കമ്പൽസറിയാണ്. എല്ലാ കോളേജിലാണ്? നിങ്ങളുടെ കോളേജിൽ മാത്രമാണോ? എല്ലാ കോളേജിലും ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ എന്തായാലും സെക്കൻഡ് ഇയർ മുതൽ എല്ലാവർക്കും ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. പഠിച്ചിറങ്ങി നഴ്സിംഗ് ഹോസ്പിറ്റൽ അല്ലാണ്ട് കോളേജിലേക്ക് അതിനുള്ള ഇപ്പൊ തന്നെ അവർ സപ്പോർട്ട് ചെയ്യാണ് നിങ്ങൾക്ക്. ഓക്കെ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BSc നഴ്സിംഗിന് ശേഷം അപ്പോൾ ഹന്നൻ്റെ അടുത്ത് പറഞ്ഞു അബ്രോഡ് പോകാൻ ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകാനായിട്ട് എന്തൊക്കെ ലൈസൻസിങ് അല്ലെങ്കിൽ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടാകുക? നമുക്ക് ഇപ്പോൾ കർണാടക രജിസ്ട്രേഷൻ, ഇപ്പോൾ ഇവിടുത്തെ എക്സാം കഴിഞ്ഞ് നമുക്ക് കർണാടക രജിസ്ട്രേഷൻ ചെയ്യണം. ഞാൻ ഇപ്പോൾ കർണാടക പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് കർണാടക രജിസ്ട്രേഷൻ ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് കർണാടക രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾ പഠിച്ചിറങ്ങിയത് ഇവിടെയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കർണാടക രജിസ്ട്രേഷൻ വേണം. ഇപ്പൊ ഞാൻ കേരളത്തിലാണ് വർക്ക് കേരളത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ കേരളത്തിൽ പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്കും അവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? കേരള രജിസ്ട്രേഷൻ ഓരോ സ്റ്റേറ്റിൽ പഠിക്കുമ്പോഴും ആ സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ ഞാനിപ്പോ കർണാടക രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാല് ഞാനിപ്പോ OETക്കാണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന UK അങ്ങനത്തെ കൺട്രീസിൽ പോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും OET പഠിക്കണം. OET പഠിച്ചാൽ അതിന് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ UK എത്തിക്കഴിഞ്ഞാൽ OSCE സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലുള്ളൂ നമ്മൾ എബ്രോഡിൽ ഒരു നേഴ്സാവുന്നത്, രജിസ്റ്റേർഡ് നേഴ്സാവുന്നത്. അപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട് നമ്മൾ അബ്രോഡ് പോകണമെങ്കിൽ. ഓരോ രജിസ്ട്രേഷൻ ആയാലും എക്സാം ആയാലും
കുറേ ഉണ്ട്. ഇപ്പോൾ OET ഒക്കെ നോക്കിയാൽ നമ്മൾ ഒരു വട്ടം തന്നെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, പല വട്ടവും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി ഇത് എക്സാം കഴിഞ്ഞവരോട് ചോദിക്കുക എങ്ങനെയാണ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ നമുക്കറിയാത്ത സംഭവമാണ് ഈ OSCE എന്താണെന്നും IELTS എന്താണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിവുള്ള എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ പോയാൽ നമുക്കും എബ്രോഡ് പോവാം. അതായത് ഓരോ കൺട്രീസിനും അതിൻ്റെതായ ലൈസൻസിന് രജിസ്ട്രേഷൻ ഉണ്ടാവും. അതായത് ഒരു കൺട്രീൻ്റെ ആയിരിക്കില്ല മറ്റ് കൺട്രീൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ പഠിച്ച് ഇറങ്ങിയിട്ട് എത്ര വർഷം എക്സ്പീരിയൻസ് വേണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അബ്രോഡ് പോകാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 1 year 2 year എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ സൗദിയിലേക്ക് പോകണമെങ്കിൽ 2 year എക്സ്പീരിയൻസ്, UK-ലേക്ക് പോകണമെങ്കിൽ 1 year എക്സ്പീരിയൻസ്. അതെന്തായാലും എക്സ്പീരിയൻസ് എന്തായാലും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് നമുക്കൊരു ഹൈ സാലറി ഏൺ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ നാട്ടിലാണെങ്കിൽ നമ്മൾ 1 year എക്സ്പീരിയൻസ്, നമുക്ക് 1 year എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ ചെറിയൊരു ഇത് കിട്ടുള്ളൂ, ശമ്പളം കിട്ടുള്ളൂ. എന്നാൽ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും തോറും നമുക്ക് ശമ്പളം കൂടും. എന്നാൽ നമ്മൾ നാട്ടിൽ നിൽക്കുന്നേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അബ്രോഡ് പോകുന്നതാണ്. കാരണം അബ്രോഡ് നമുക്ക് ഹവർലിയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജീവിക്കാനും ഏറ്റവും നല്ലത് അബ്രോഡ് പോകുന്നതാണ്. നമുക്ക് സാലറി ഇന്ത്യയേക്കാൾ കിട്ടുന്ന എത്രയോ മടങ്ങ് കൂടുതലാണ്, ഡബിൾ ആണ് നമുക്ക് വിദേശത്ത് കിട്ടുന്നത്. അതുകൊണ്ട് വിദേശത്ത് പോകുന്നതാണ് ഏറ്റവും. അതായത് നമുക്ക് സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് മെയിൻ. നമുക്ക് എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് സാലറി. കേരളത്തിലാണൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് സാലറി കൂട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഇപ്പോൾ കേരളത്തെക്കാളും നല്ലത്, അതായത് ഇന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ നല്ല സാലറി ലഭിക്കുന്നത് അബ്രോഡാണ്. പിന്നെ സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരു വാർഡിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് സാലറി കൂടും, നമുക്കൊരു വാല്യൂ ഉണ്ടാവും. അതായത് ഇന്നത്തെ ഒരു ജനറേഷനിൽ +2 ശേഷം ബയോസയൻസ് എടുത്ത ഒരു വിഭാഗം സ്റ്റുഡൻസ് ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം +2 പഠിച്ചിറങ്ങുന്ന 5 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ 5 ലക്ഷത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ LBSൻ്റെ സീറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു 9,000-8,000 സീറ്റ്സ് എന്തോ ഉള്ളൂ, ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ. നമ്മൾ ഇന്ത്യയിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സീറ്റുണ്ട്. ഏകദേശം 2 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം എന്തൊക്കെ സീറ്റ്സാണ് ടോട്ടൽ BS നഴ്സിംഗ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ഒരു വർഷം, അതായത് നമുക്ക് നോക്കാം 1 ലക്ഷത്തിന് മേലെ വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികൾ BS നഴ്സിംഗ് എടുത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ സ്കോപ്പില്ലാത്ത അല്ലെങ്കിൽ ഡിമാൻഡില്ലാത്തൊരു സിറ്റുവേഷൻ നഴ്സിങ്ങിന് ഉണ്ടാകുമോ? ഇല്ല, നഴ്സിങ്ങിന് എല്ലാ ഫീൽഡിലും നമുക്ക് സ്കോപ്പ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലായാലും നമുക്ക് ടീച്ചിങ് മേഖലയിലായാലും റിസർച്ച് മേഖലയിലായാലും സ്പെഷ്യലൈസേഷൻ, ഇങ്ങനെ കുറേ നമുക്ക് മേഖലകളുണ്ട്. ഇതിലൊക്കെ നമുക്ക് സ്കോപ്പ് ഉണ്ട്. നമ്മൾ കോവിഡ് ടൈമിലും ഫ്ലഡിൻ്റെ ടൈമിലും നമുക്ക് മനസ്സിലായതൊരു കാര്യമാണ്, നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരിക്കലും സ്കോപ്പ് ഇല്ലാതിരിക്കില്ല. കാരണം ആ ടൈമിൽ നമ്മുടെ IT പ്രൊഫഷണൽസിൻ്റെയാണ് സെക്ടേഴ്സിന് ഒരു വളർച്ച ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും താഴെയായിരുന്നു. കാരണം ആ ടൈമിലും നമുക്ക് അല്ലാതെയും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളവരാണ് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. കാരണം ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു. ഇപ്പോൾ ആക്സിഡൻസ് ആയാലും ഇപ്പോൾ ഇതേപോലെ കുറേ പേർക്ക് പരിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ ചികിത്സിക്കാനൊക്കെ ഈ ഹെൽത്ത് കെയർസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് വന്നാലും നമ്മുടെ ഈ ഫീൽഡിൽ ഒരു 100% ഞാൻ പറയാം, ഇതിന് സ്കോപ്പ് കുറയോ ഡിമാൻഡ് കുറയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇഷ്ടം പോലെ ഡിമാൻഡും സ്കോപ്പും ഉള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. അതായത് ഇപ്പോൾ ഈ നഴ്സിംഗ് നോക്കുന്ന ടൈമിൽ ഒരു വിഭാഗം സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പേരൻസിനുള്ള സംശയമാണ്. നമ്മളൊരു കോളേജ് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജ് നോക്കുന്നതാണോ, ഹോസ്പിറ്റലുകളിൽ നോക്കുന്നതാണോ, അതോ ടൈപ്പ് ആയിട്ടുള്ളതിൽ നോക്കുന്നതാണോ നല്ലത്? അതായത് മെഡിക്കൽ കോളേജ് പഠിച്ചതിന് കൂടുതൽ എക്സ്പോഷർ കിട്ടും എന്ന് സ്റ്റുഡൻസ് പറയാറുണ്ട്. അപ്പോൾ താനിപ്പോൾ ഒരു 4th year സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ജേർണിയിൽ ഇപ്പോൾ ഏകദേശം എത്രമാത്രം ട്രെയിനിങ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ കറക്റ്റായിട്ട് ഒരു ആൻസർ പറയാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും സാലറിയും ഒക്കെ സെയിം ആണ്. ഇപ്പോൾ ഏത് കോളേജ് പഠിച്ചാലും നമ്മൾ എത്ര പൈസ കൊടുത്ത് പഠിച്ചാലും കിട്ടുന്ന സാലറി സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോളേജാണ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഞാനിപ്പോൾ ലോൺ എടുത്തത് ഒരു അറൗണ്ട് 5 lakh ആണ്. എഡ്യൂക്കേഷൻ ലോൺ 5 lakh. ഫ്രണ്ട്സും
5 lakh. അപ്പോൾ അത് നമുക്ക് അടയ്ക്കാം. ഇപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് എടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ അതിലും കൂടുതൽ എടുത്ത് നമുക്ക് ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സമ്പാദിക്കുന്നത് മൊത്തം സിറ്റുവേഷൻ. അതിനേക്കാൾ നല്ലത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് രീതിയിൽ നമ്മൾ ആദ്യം കോഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് മെയിൻ. മെയിൻ നമുക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ അതിനനുസരിച്ച് കോളേജ് നോക്കുക. എങ്ങനെ പോയാലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് ഫീസും കുറവാണ്, എന്നാൽ നല്ല ട്രെയിനിങ് തരുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നന്നായി പഠിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇപ്പൊ വലിയതാണെന്ന് നോക്കണ്ട, ചെറുതാണ് തന്നെ അതിന് നല്ല വാല്യൂ ഉണ്ട്. നമ്മൾ പഠിച്ചാൽ മതി, ഒരു നല്ല നേഴ്സായാൽ മതി. അതിന് വലുതാവണം ചെറുതാവണമെന്നൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള നോളേജ് കിട്ടും, ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ ആ ചെറിയ കോളേജായാലും തന്നെ അത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല, നമ്മുടെ ഫ്യൂച്ചറും സേഫ് ആയിരിക്കും, നമുക്കൊരു ഏണിങ് ഉണ്ടാവും, അത് നമുക്ക് സേഫായി വെക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ പഠിച്ചു 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് സാലറിയും കിട്ടിയിട്ട് അത് നേരെ ലോണിലേക്ക് പോകുന്നേക്കാൾ നല്ലത് ബഡ്ജറ്റിൽ നേഴ്സായി ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അന്ന എങ്ങനെയാണ് സനത്ത് കോളേജിൽ അഡ്മിഷൻ കാര്യങ്ങൾ എടുത്തത്? എങ്ങനെയാണ് ഈ ഒരു കോളേജിനെ പറ്റി അറിഞ്ഞത്, ഇവിടെ വന്നിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ എടുത്തത്? ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ, ചേച്ചി ഫസ്റ്റ് ഇയർ മുതൽ എനിക്ക് കോളേജിന്റെ കാര്യങ്ങൾ പറയും. ഇങ്ങനെയാണ് കോളേജ്, ഇവിടെ കുറെ പരിപാടികളുണ്ട്. അവളെപ്പോൾ വിളിക്കുമ്പോൾ പറയും ഇവിടെ നല്ല പരിപാടികളുണ്ട്, എപ്പോഴും പരിപാടിയാണ്, ഡാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവൾ പോസ്റ്റിങ്ങിനെ കുറിച്ച് പോകും. അപ്പോൾ അവിടുത്തെ പേഷ്യൻസിനെ കുറിച്ചൊക്കെ പറയും, എങ്ങനെയാ പേഷ്യൻസിന് പരിചയപ്പെട്ടു, നല്ല രസമാണ് അവരോട് വർത്തമാനം പറയുന്നതും, ഓരെപ്പോഴും എന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. പിന്നെ അവിടുത്തെ നേഴ്സുമാരുമായിട്ടും നല്ല കമ്പനിയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ നോക്കി, LBS നോക്കിയായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കർണാടകയിൽ വരണം. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു കോളേജാണ് ഇത്. ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലൊരു കോളേജ്. എനിക്കൊരു ഇതാണ് നല്ല കോളേജ്. അതായത് നമ്മുടെ കോളേജ് സനത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? മൈസൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്ററിനടുത്ത്, മൈസൂരിന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. അത് ഊബർ ബസ്സിലുമായിട്ടാണ് നമുക്ക് വരാൻ പറ്റും. ഇവിടെ ഈ സ്ഥലം പറഞ്ഞാൽ മെഡ്ഹള്ളി GRS പാർക്കിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മൈസൂർ ഇപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ ഊബർ അല്ലെങ്കിൽ ബസ് അതിനൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു കോളേജാണ് ഈ കോളേജ്. ഓക്കെ. അതായത് താൻ മലപ്പുറം പെരിന്തൽമണ്ണ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നാട്ടിലോട്ട് ലീവിന് പോകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റേ ട്രാവലിംഗ് എങ്ങനെയാണ് വരുന്നത്? എവിടുന്ന് ബസ് കയറിയിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ? ഞങ്ങൾ ഇവിടുന്ന് ഊബർ വിളിക്കുന്നത് ചെയ്യുന്നത് ഇവിടുന്ന് മൈസൂർക്ക്. അതൊക്കെ കുറച്ചേ ഉള്ളൂ, അപ്പം നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സബറിലേക്ക് പോകും. സബർ ബസ് സ്റ്റാൻഡ് അത് മൈസൂർ സിറ്റിയിലെ അടുത്താണ് ഈ സബർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ സബർ ബസ് സ്റ്റാൻഡിന് നേരിട്ട് ബസ്സാണ് പെരുന്തൽമണ്ണയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ പോകും. പോകാനും വരാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരേപോലെ എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണോ BS നഴ്സിംഗ്? അതായത് ഞാൻ പറയുന്ന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഗേൾസ് ആയിരുന്നു കൂടുതൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളൊരു കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 60 സീറ്റിൽ ഒരു 10-20 ബോയ്സ് എങ്കിലും മിനിമം ഉണ്ടാവും. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണോ BS നഴ്സിംഗ്? അതെ, കാരണം നമ്മുടെ ഒരു ചിന്താഗതിയാണ് ഇത് ബോയ്സ്, ഇത് ഗേൾസിനുള്ള ഒരു ജോബാണ്, അത് ബോയ്സിന് പറ്റൂല, അങ്ങനെ ചിന്താഗതിയായിരുന്നു ആദ്യം. എന്നാൽ പിന്നെ അതിന്റെ സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും മനസ്സിലായി ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബോയ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് എടുക്കുന്നതാണ് ഇപ്പം എൻ്റെ അറിവിൽ. അതുകൊണ്ട് തന്നെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ജോബ് മേഖലയാണ് നഴ്സിംഗ്. ഇനിയിപ്പോൾ അവർക്ക് പേടി തോന്നും, ഇപ്പോൾ നമുക്ക് ഡ്യൂട്ടിയിലാണ് പ്രശ്നം വരുന്നത്, ബോയ്സ് അല്ലേ ഇതിന് പറ്റുമോ? ഇപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ബോയ് ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഒരു ബോയ് നേഴ്സ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അവർ ഡ്യൂട്ടി തന്നെയാണ് ചെയ്യുന്നത്. അവരും മറ്റുള്ളവരെ സേവനം ചെയ്യാണ്, അവരെയും ട്രീറ്റ് ചെയ്യാണ്, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ ഗേൾസ്. അതുകൊണ്ട് തന്നെ ഈ ഗേൾസിനും ബോയ്സിനും സെയിം ഓപ്പർച്യൂണിറ്റിയാണ് നഴ്സിംഗ്. അതായത് പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസിന് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുള്ള മെയിൻ ആയിട്ടുള്ളൊരു പേടിയാണ് സേഫ്റ്റിയുടെ കാര്യം.
ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും നിങ്ങളോട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ എൻ്റെ സംസ്ഥാനങ്ങളിലേക്ക് വിട്ട് പഠിക്കുന്നതിൽ സേഫ്റ്റി, റാഗിങ് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവുമോ, സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അന്നയുടെ ഒരു ഒപ്പീനിയനിൽ എന്താണ്, സേഫസ്റ്റ് ആണോ? സേഫ് ആണ്, കാരണം ഞാൻ 4 കൊല്ലം ഇവിടെ പഠിച്ചു, എനിക്കൊരു പ്രശ്നം വന്നില്ല, സേഫ് ആയിരുന്നു. കാരണം നമുക്ക് ഇവിടെ കോളേജ് ഫെസിലിറ്റീസ് ആയാലും നമുക്ക് പരിമിതമായിട്ടുള്ള ഔട്ടിംഗ് ഉള്ളത്, അപ്പോൾ നമുക്ക് അതിലും സേഫാണ്. പിന്നെ ഇതൊരു ആൻറ്റി റാഗിങ് റിമൂവൽ കോളേജാണ്, കാരണം ഇവിടെ റാഗിങ് ഇല്ല, നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല ബോണ്ടിങ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടാണ്, ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ടീച്ചേഴ്സും ഉണ്ട്, നമ്മൾ സീനിയേഴ്സും ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു സേഫ് ആയിട്ടുള്ളതാണ്. പിന്നെ മൈസൂർ നമുക്ക് ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഊബർ, ബസ് അതും ഭയങ്കര സേഫാണ്. കേരളത്തിനേക്കാൾ എനിക്കൊരു കുറച്ചുകൂടി ബസ്സിൽ കംഫർട്ടായിട്ടുള്ളത് ഈ കർണാടകയിലെ. കാരണം ഇവിടെ ഉള്ളവർ അവരുടെ കാര്യം, സ്വന്തമായിട്ടുള്ള കാര്യം നോക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഇതാക്കുന്നു, അങ്ങനെയൊന്നും പ്രശ്നമല്ല. ഇവിടെ നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ നല്ല രീതിയിൽ പോയാൽ ഇത് സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ്. 4 കൊല്ലം ഉണ്ട്, ആ 4 കൊല്ലം നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോയാൽ ഈ സ്ഥലം അടിപൊളി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹന്ന ഇപ്പോൾ കോളേജ് ഹോസ്റ്റലല്ലേ ചൂസ് ചെയ്യുന്നത്, ഇതിന് ബിൽഡിങ്ങിന് മേലെ ഹോസ്റ്റലായിരുന്നു വരുന്നത്. അപ്പോൾ അവിടുത്തെ റൂം ഷെയറിങ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? എൻ്റെ റൂമിൽ 6 പേരാണുള്ളത്. പക്ഷേ ഞങ്ങളുടെ ബാച്ച് 22 പേരുണ്ട്. അപ്പോൾ 8 പേരായിട്ട് 8 പേര് അങ്ങനെ 6 പേര് അങ്ങനെ 22 പേര് അങ്ങനെ ഷെയർ ചെയ്തിട്ട് റൂം ചെയ്യുന്നത്. ഇതിൽ വെച്ച് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, നമ്മൾ അടുത്തടുത്തൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും കണ്ട് നമുക്ക് എപ്പോഴും ഇല്ല, എപ്പോഴും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. എന്തിനു പോവാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ബോണ്ടിങ് ഉള്ളത് ഇവിടെയാണ്. നമുക്കൊരു പ്രശ്നം വന്നാലും ഈ ഫ്രണ്ട്സും ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് തന്നെ നമ്മൾ മൈസൂർ വന്നു, അതൊരു വേറെ സംസ്ഥാനമാണ്, ആരും ഇല്ലാന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നു വേണ്ട. കാരണം നമ്മളിവിടെ വന്നോ, നമുക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് സീനിയേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ അധികം മലയാളീസാണ്. അപ്പൊ നമ്മളൊരു ബോണ്ടിങ് ഉണ്ട്, നമുക്ക് എന്ത് വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്റ്റൽ ഭയങ്കര ഇഷ്ടം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ടൊരു സംശയങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഫുഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ കർണാടക ഫുഡും ഉണ്ട്, മലയാളി ഫുഡും ഉണ്ട്. 4 ദിവസം ആഴ്ചയിൽ 4 ദിവസം മലയാളി ഫുഡും പിന്നെ കർണാടക ഫുഡുമാണ്. അതിൽ തന്നെ നമുക്ക് നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. പക്ഷെ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഞങ്ങൾക്ക് പേടിയപ്പോൾ നമ്മൾ തടിച്ചു പോവുക, അങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം അത്രയ്ക്ക് ഫുഡ് നമ്മൾ 4 നേരം നമുക്ക് ഫുഡ് ഉണ്ട്. അതായത് നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ട്, ചായ ഉണ്ട്. അപ്പോൾ നമുക്ക് നോൺ വെജ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി എടുക്കാം. അവര് പറയും ഇത്ര എടുത്താൽ മതി, അങ്ങനെയൊന്നും പറയില്ല. നമുക്ക് ഇഷ്ടം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലും കഴിച്ചോ, അങ്ങനെ രീതിയിലുള്ള ഫുഡാണ്. നോൺ വെജ് പറയുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? ചിക്കൻ ഉണ്ട്, ഓംലേറ്റ് ആയിട്ട്, മുട്ട പുഴുങ്ങിയത്, അങ്ങനെയായിട്ട് കിട്ടും. ആഴ്ചയിൽ 2 വട്ടം നമുക്ക് എഗ് ഉണ്ട്, പിന്നെ സൺഡേ ചിക്കൻ കാര്യങ്ങളുണ്ട്. ഹാപ്പി ജീവിതം. ഓക്കെ. അതായത് നിങ്ങൾക്ക് കോളേജിൽ കിട്ടുന്ന ഇന്റേൺഷിപ്പ്, ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ, പോസ്റ്റിങ്ങും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാര്യങ്ങളെന്ന് പറയാൻ പറ്റും. ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് 4 വർഷം വരെ ഉള്ളത്. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ, അനാട്ടമി ഫിസിയോളജി, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അനാട്ടമി ഫിസിയോളജിക്ക് അതൊരു ബേസിക് സയൻസ് ആയതുകൊണ്ട് അതിന് പോസ്റ്റിംഗ് ഇല്ല. നമുക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതിനാണ്, സബ്ജക്റ്റിനാണ് മാത്രമേ ഉള്ളൂ നമുക്ക് പോസ്റ്റിംഗ്. അതായത് NF നഴ്സിംഗ് ഫൗണ്ടേഷൻ, അത് നമുക്ക് അതിനായിട്ട് 1 മന്ത് നമുക്കിവിടെ പോസ്റ്റിംഗ് ഉണ്ട്. ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2nd സെമ്മിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 2nd സെമ്മിൽ നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ, 2 സെമ്മിൽ നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ പ്രാക്ടിക്കൽ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, അപ്പോൾ നമുക്ക് പിള്ളേർ പീഡിയാട്രിക് വാർഡ് എന്ന് പറയാം. ആ പീഡിയാട്രിക് വാർഡിനെ സംബന്ധിച്ച് നമുക്കൊരു പോസ്റ്റിംഗ് കിട്ടും. അതും 1 മന്ത് 1.5 മന്ത് നമുക്ക് പോസ്റ്റിംഗ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, അത് നമുക്ക് കടബംസ്, നമുക്ക് ഇവിടെ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അത് ചെറിയൊരു ഹോസ്പിറ്റലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ കോളേജ് പഠിക്കുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് കടബംസ്, ബാംഗ്ലൂരിലുള്ള ഒരു കടബംസ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണ്, മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അത് വെച്ചാൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചതിലുള്ള നല്ലൊരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കടബംസിലെ പോസ്റ്റിംഗാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ അവരെ കൂടെയാണ്, മെന്റൽ പേഷ്യൻസ് ആണെങ്കിലും അവരെ കൂടെ നിന്ന് അവരെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും അവരെ കൂടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതും
24 മണിക്കൂർ നമ്മൾ അവരുടെ കൂടെയാണ്. നമ്മൾക്ക് ഫോണൊന്നും അലോഡല്ല. നമ്മൾ ഫോൺ ഇവിടെ സബ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ പോവുക. 1 മന്ത് അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നൈറ്റ് ഒരു ടൈമിംഗ് വരെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. ഒരു 7 o'clock 8 o'clock വരെ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം എല്ലാം ക്ലോസ് ആവും. അതുവരെ നമുക്ക് മോർണിംഗ് മുതൽ ഈവനിങ് വരെ നൈറ്റ് വരെ നമുക്ക് അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം ഇങ്ങനെ നമുക്കറിയില്ല, നമുക്ക് കുറേ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എല്ലാ തരം മെൻ്റൽ പ്രോബ്ലംസും ഉള്ളവരാണ് അവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഇവരൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണോ അല്ലയോ, കണ്ടാൽ മനസ്സിലാവില്ല. കാരണം അവരുടെ സ്വഭാവവും ഒക്കെ നമ്മുടെ സാധാ മനുഷ്യന്മാരെ പോലെയാണ്. കാരണം നമ്മൾ അവിടെ ചെന്നിട്ടാൽ മനസ്സിലാവുക ഇങ്ങനെയാണ് പേഷ്യൻസ്, ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം. ഇപ്പോൾ ഒരു രോഗം വന്നാൽ അത് നമുക്ക് ഇങ്ങനെയായിരിക്കും അവർ പെരുമാറുക. അവർ സാധാ മനുഷ്യന്മാർ പെരുമാറുമെങ്കിലും ചില ടൈം ആകുമ്പോൾ അവർക്ക് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവരെ കുറേ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അവരെ കുറേ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ഒക്കെ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകും. നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ ലൈഫിലുള്ള മാറ്റങ്ങളും ഇപ്പോൾ ഇവിടെ ഇഷ്ടമാണോ, അതെ അവർക്ക് ഇഷ്ടമാണ്. കാരണം അവർക്ക് എല്ലാ വർഷവും ഒരു 10-20 കോളേജ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസായിട്ടുള്ള അവർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അവർ മെൻ്റലി തന്നെ അവർ ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കടബംസ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ലൈഫിൽ ഒരിക്കലും കിട്ടുള്ളൂ ആ ചാൻസ്. അത് ഞങ്ങൾക്ക് ഈ കോളേജിൽ വന്നുകൊണ്ട് ആ ഒരു ചാൻസ് കിട്ടി. പിന്നെ നമുക്ക് OBGയുടെ ഒരു പോസ്റ്റിംഗ് ഉണ്ട്, അത് ഗൈനക്കോളജി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം എന്താണെന്നും ഡെലിവറി അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും, പ്രോസസ്സ് എന്താണെന്നൊക്കെ റിയൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ചെന്നിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കയറുന്ന മുന്നേ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കും ആ പ്രൊസീജിയർ ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്? ഞങ്ങൾക്ക് കിട്ടുന്നത് കാമാക്ഷി ബൃന്ദാവൻ ഹോസ്പിറ്റലാണ്. അത് കോളേജുകാരാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇത്രയും പേർക്ക് ഈ കോളേജിൽ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ റൂം എടുത്ത് ഒരു ബാച്ചായിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നത്. 6 month ലാസ്റ്റത്തെ 6 month ആണ് നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. നമുക്ക് കോളേജിൽ നിന്ന് ചെറിയൊരു കോമ്പൻസേഷൻ കിട്ടും ഈ ഇന്റേൺഷിപ്പിന്. പിന്നെ ഇന്റേൺഷിപ്പിൽ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പഠിക്കുക. നമുക്ക് ഈ ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ നേരത്തെ ഇന്റേൺഷിപ്പിൽ നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒരു നേഴ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പഠിക്കാനും പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആവും. നമുക്ക് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പേഷ്യൻസ് ഹാൻഡിൽ ചെയ്യും. പിന്നെ നമുക്ക് നല്ലോണം പേഷ്യൻസിൽ നമ്മൾ പേഷ്യൻസിന് സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യാനും പേഷ്യൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഇന്റേൺഷിപ്പ് ഭയങ്കര അഡ്വാൻറ്റേജ് നമ്മളൊരു കാരണം നമ്മൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ പാടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോവുക. അപ്പോൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ നേഴ്സായാലും നമുക്കൊരു IV ഇടാൻ തന്നെ നമ്മൾ ഓക്കെയാണ്, നമുക്ക് കോൺഫിഡൻസ്, നമുക്കിതറിയാം, നമ്മൾ 6 മാസം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഞാനിപ്പോൾ ജോലിക്ക് കയറി, ഞാൻ ഓക്കെയാണ്, ഞാൻ ഇടാം, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ. പിന്നെ ഈ ഒരു 4 വർഷത്തിൽ തൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ്? മാറ്റം എന്താ വെച്ചാൽ എനിക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കിട്ടി, കഴിവ് കിട്ടി. കാരണം എനിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു, ഞാൻ ഇമോഷണലി വീക്കായിരുന്നു. കാരണം എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ അപ്പോൾ വീക്കാണ്. അപ്പോൾ ഈ 4 വർഷം നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങും ഈ ഹോസ്റ്റലിലെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഇമോഷൻ സ്റ്റെബിലിറ്റീസ് കിട്ടും. നമ്മൾ കുറേ റെസ്പോൺസിബിൾ ആയിരിക്കും, നമുക്കിത് പഠിച്ചു തീരണം, നമുക്കിത് പഠിക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമുക്ക് കിട്ടും. അതൊക്കെയാണ് നമുക്ക് നഴ്സിങ്ങിന് വേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഇമോഷൻ സ്റ്റെബിലിറ്റി, പേഷ്യൻസ് ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ 4 വർഷത്തിനുള്ളിൽ ഇതൊക്കെ നമ്മൾ പഠിച്ച് ഒരു നേഴ്സാവാനുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. അതായത് നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? ഈ ഒരു 4 കൊല്ലത്തിൽ കോമൺ ആയിട്ട് വെറുതെ ഡെയിലി റൂട്ടീൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഇപ്പോൾ ക്ലാസ് ടൈമിംഗ് ആണെങ്കിൽ നമുക്ക് മോർണിംഗ് 9 to 4 ആണ്. 9 to 4. അപ്പോൾ നമ്മൾ മോർണിംഗ് കോളേജ് വന്നാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 4 വട്ടം നമുക്ക് ലൈബ്രറി സൗകര്യം കിട്ടും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനുള്ളതാണ് ഈ ലൈബ്രറി ടൈമിങ്. പിന്നെ നമുക്ക്
ലാബ് സൗകര്യങ്ങളുണ്ട്. ലാബ് സബ്ജക്റ്റ് വൈസ് നമുക്ക് ലാബുണ്ട്. അപ്പോൾ ആ ലാബിൽ നമുക്ക് ട്രെയിനിങ് കിട്ടും. കാരണം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ലാബിൽ വെച്ച് നമുക്ക് ഉള്ള ഡെമോൺസ്ട്രേഷൻ തരും. ആ ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ക്ലിനിക്കലിൽ പോയാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ലാബ് സൗകര്യങ്ങളിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കോളേജ് ടൈമിങ് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോസ്റ്റിങ്ങിന് പോവുകയാണെങ്കിൽ മോർണിംഗ് പോസ്റ്റിംഗ് ആയിരിക്കും. ഇവിടെ നമ്മൾ 7 o'clock പോകും. ആഫ്റ്റർനൂൺ 2 o'clock നമ്മളിവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളുണ്ടാവും. ഒരു 1 hour 1.5 hour നമുക്ക് ക്ലാസ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ആവണം. അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ ക്ലാസ്സും ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ പോസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ ആ സബ്ജക്റ്റ് വൈസിൻ്റെ നമുക്ക് ഫയൽ ചെയ്താണ്ട്, അപ്പോൾ പോസ്റ്റിങ്ങിന് പോയി, ക്ലാസ്സിന് പോയി, എന്നിട്ട് നമുക്ക് ഉള്ള ഫയലും എഴുതി ഇതേപോലെ പോസ്റ്റിങ്ങിന് നമ്മൾ പോകും. ഈ പോസ്റ്റിങ് കഴിഞ്ഞ പാടെ നമ്മൾ നമ്മുടെ ഫയലും റിക്വയർമെൻറ്റ്സും ഒക്കെ സബ്മിറ്റ് ആക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഈ നഴ്സിംഗിന് ഇപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ ഇരിക്കുന്നത്, ഈ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് എല്ലാം ഈ പറഞ്ഞപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്? അവൈലബിൾ ആണ്. കാരണം നമുക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ. നമുക്ക് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് അല്ല നമ്മൾ പഠിക്കണം. ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം പ്രിഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കുറേ ഇൻഫർമേഷൻ നമുക്ക് വേണം. അപ്പോൾ തന്നെ നമ്മൾ 2-3 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറിയിൽ ആവശ്യത്തിനുള്ള ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, അത് റെഫർ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്, അതിനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 കൊല്ലം ഫോക്കസ് ചെയ്ത് നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിൽ വേണം ഈ ഒരു കോഴ്സ് എടുക്കാൻ. അങ്ങനത്തെ വിദ്യാർത്ഥികൾ മാത്രം ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം അല്ലേ? പിന്നെ നിങ്ങളുടെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ കേരള സ്റ്റാഫ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ട് 2-3 ടീച്ചേഴ്സ് നമുക്ക് മലയാളം അറിയുന്നവരാണ്. കന്നഡ ടീച്ചേഴ്സാണ്, പക്ഷെ അവർക്ക് മലയാളം അറിയാം, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ വന്ന ടൈമിൽ ഒരു കേരള സ്റ്റാഫിനെ കണ്ടു, മലപ്പുറത്താണ്, കോഴിക്കോട്. അത് പുതിയ വന്ന ടീച്ചറാണ്. അത് ഇപ്പോൾ ഇവിടെ കുറേ ജോബ് വേക്കൻസി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ടീച്ചേഴ്സായിട്ട്. ഇപ്പോൾ പക്ഷേ കൂടുതലും ഇവിടെ കന്നഡ ടീച്ചേഴ്സാണ്. പക്ഷേ അവർ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഓരോപ്പോൾ സബ്ജക്റ്റ് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും അവർ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. കാരണം നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്കത് പരിഹരിച്ച് തരും. നമ്മളിപ്പോൾ കന്നഡ സ്റ്റുഡൻസിന് കൊടുക്കുന്ന അതേ പരിഗണന തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വേർതിരിവില്ല, ഡിഫറൻഷിയേറ്റ് ഒന്നുമില്ല. കാരണം നമ്മളിപ്പോൾ കന്നഡിഗേഴ്സായിട്ട് നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മളെ അവർ പിള്ളേരെന്ന രീതിയിൽ തന്നെയാണ് മാനേജ്മെൻറ്റ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കുറവില്ലാതെ അവർ നല്ല രീതിക്ക് തന്നെയാണ് നോക്കുന്നത്. ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം. കാരണം അത് സോൾവ് ആക്കാൻ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം അവർ സോൾവ് ചെയ്ത് തരും. നമുക്കൊരു പ്രശ്നം വന്നാൽ എന്തായാലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് എങ്ങനെയാണ് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് സോൾവ് ആക്കി തരും. അതായത് ഇവിടെ കോളേജ് എന്തെല്ലാം വേറെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ പരിപാടീസ് നിങ്ങൾക്ക് കോളേജിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് സ്പോർട്സ്, കൾച്ചർ, ഇതൊക്കെ നമുക്ക് അവർ കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാ ഇയറിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ പ്രോഗ്രാംസ്, അതായത് ഫ്രഷേഴ്സ്, ഫെയർവെൽ, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ്, അതായത് ഓണം, ക്രിസ്മസ്, ഓണത്തിനൊക്കെ നമ്മളാണ് നടത്തുന്നത്. പക്ഷെ എല്ലാവരും അതിന് ജോയിൻ ചെയ്യും. നമ്മൾ മലയാളീസാണ്, അവർക്ക് അറിയാം. ഇവിടുത്തെ കന്നഡിഗാസിന് അറിയില്ല എന്താ ഓണം, അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തെങ്കിലും അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവരും ഭയങ്കര എൻജോയ് ചെയ്യും. ഇങ്ങനെയാണ് ഓണം, അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഓണസദ്യ ഉണ്ടാക്കും, അതിലും അവരും നമ്മൾക്കൊരു പങ്ക് തരുന്നുണ്ട് ഒരു പരിപാടി നടത്താൻ. പിന്നെ നമുക്ക് ക്രിസ്തുമസ്, അതും ഒരുപാട് നമ്മൾ ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഈദ്. ഇവിടെ നമ്മൾ നോമ്പ് തുറന്നു. അതിൽ കുറേ മുസ്ലിംസ് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമായിട്ടല്ലാതെ ഹോസ്റ്റലിലും കോളേജായിട്ടും ഇവിടെ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെയുള്ളവർക്ക് ഒരു ഇതാണ്, ഇങ്ങനെയാണ് പരിപാടി, അങ്ങനെ ഒരു ഐഡിയയും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു പരസ്പരം ഒരു ഷെയറിങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ബോണ്ടിങ്ങും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മുടെ ബോണ്ടിങ് കൂടുക, അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അതുപോലെ തന്നെ നഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്സ് കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുമോ? അതോ ഇപ്പോൾ അതിന് എക്സ്പീരിയൻസ് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
നഴ്സിംഗ് പഠിച്ച ഉടനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എക്സ്പീരിയൻസ് വേണം. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു 1 ഇയർ ആൻഡ് 2 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് മിനിമം എങ്കിലും വേണം. കാരണം നമുക്കൊന്നും അറിയാതെ നമ്മൾ ഇത്രയും കാലം അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. ഒരു നേഴ്സായി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നമ്മളൊരു പലതരത്തിലുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ എമർജൻസി കേസ്, നമ്മൾ ക്രിട്ടിക്കൽ കേസസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവാം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ നഴ്സിംഗ് പഠിച്ച പാട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ല. നമ്മൾ അത്രയും നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പം അത് ഭയങ്കര കഷ്ടപ്പാടുമാണ്. അങ്ങനെ ഒരു ഇതും ഇല്ല, അങ്ങനെ ഒരു അപ്രൂവ് ആകാൻ പറ്റൂല. കാരണം അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലിനിക്ക് തുടങ്ങും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പല പാരൻസ് സ്റ്റുഡൻസ് ചോദിക്കുന്ന വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റിന്റെ കാര്യം. നിങ്ങളിവിടെ പഠിച്ചിറങ്ങിയ 100% പ്ലേസ്മെന്റ് ആണോ കിട്ടുക എന്നുള്ളത്? നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്? ഇവിടെ 100% പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുക അത് മാത്രമാണ് എൻ്റെ ഇതിൽ. കാരണം എനിക്ക് കേരളത്തിൽ 2 കൊല്ലം എക്സ്പീരിയൻസ് എടുത്ത് അബ്രോഡ് പോകാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലേസ്മെന്റ് 100% കിട്ടും. അതോ എനിക്ക് ഉറപ്പാണ്. കാരണം ഇവിടെ കുറേ പേര് എൻ്റെ സീനിയേഴ്സ് ആയാലും ഇവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇതിൽ എനിക്ക് വേറെ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പാരൻസും അല്ലെങ്കിൽ സ്റ്റുഡൻസും അവർക്ക് ഈ ഒരു കോളേജിൽ പഠിക്കാനായിട്ട് താൻ സജഷൻ പറയുമോ? എന്താണ് അഭിപ്രായം? പറയും. കാരണം ഇത് നല്ല കോളേജാണ്. കാരണം എൻ്റെ ചേച്ചിയുടെ പഠിച്ചു. അപ്പൊ എനിക്ക് കോളേജിനെ കുറിച്ച് നല്ല ഇത് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി ചിലപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത്. എനിക്ക് അതേ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല സീനിയേഴ്സ് കിട്ടി. റാഗിങ് ഒന്നുമില്ല. കാരണം നമ്മൾ ദൂരത്തുനിന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും ഹോം സിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചിന്ത പോലില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സായി നമുക്ക് നല്ലൊരു സേഫ് എൻവിറോൺമെൻ്റ് ആണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സേഫാണ്. ഇവിടെ വന്ന് പഠിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും ഇത് നല്ല. അതുപോലെ തന്നെ ഒരു വിഭാഗം സ്റ്റുഡൻസ് പറയുന്നുണ്ട് നഴ്സിംഗ് പഠിച്ച സാലറി ഇല്ല, സ്കോപ്പ് ഇല്ല. അതിന് പറ്റിയിട്ട് എന്താ പറയുന്നത്? സാലറി നമുക്കുണ്ട്. കാരണം നമുക്ക് ഇപ്പം നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ പാടെ നമുക്ക് ചെറിയ സാലറി ആയിരിക്കും കിട്ടുക. കാരണം എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് അധികം നമ്മൾ ട്രെയിനിങ്ങിലായിരിക്കും. ആ ഒരു വൺ ഇയർ നമുക്ക് ചെറിയ സാലറി ഉണ്ട്, എന്നാലും സാലറി ഉണ്ട്. പക്ഷേ 1 ഇയർ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സാലറി കൂടും. എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി ഇതാക്കും. പിന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനോടൊപ്പം നമുക്ക് സാലറി നമ്മൾ വർദ്ധിക്കും. ഇനിയിപ്പോൾ നമുക്ക് സ്കോപ്പ് ഉണ്ട്. കാരണം ഈ നഴ്സിംഗ് ഫീൽഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്കോപ്പാണ്. ടീച്ചിങ് മേഖലയിലും റിസർച്ച് ആയാലും നമുക്ക് അതിൽ സ്കോപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് കേരളത്തിൽ 2 കൊല്ലം എക്സ്പീരിയൻസ് എടുത്തിട്ട് നമുക്ക് അബ്രോഡ് പോവാം. അവിടെ എന്തായാലും സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ അബ്രോഡ് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, അറേബ്യൻ കൺട്രീസ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും നമുക്ക് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കോപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞതിൽ അല്ല. അപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കോഴ്സിനെ പറ്റിയിട്ട് എല്ലാം ഇത് പറഞ്ഞു തന്ന ഹന്നയ്ക്ക് വളരെയധികം നന്ദി. നല്ലൊരു കരിയറിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ടോ കോളേജിനെ പറ്റിയിട്ടോ എക്സാംസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.